എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ക്രോയിസൻ്റ് തയ്യാറാക്കി എടുക്കാം. സാധാരണ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങി കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ സാധാരണ നമ്മളിത് ബേക്ക് ചെയ്തിട്ടാണ് എടുക്കുക. ഞാനിത് ബേക്ക് ചെയ്തിട്ടല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ട്രൈ ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ മാവൊന്ന് തയ്യാറാക്കി വെക്കാം. അതിനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം വെള്ളമായാലും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതേപോലെ 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് ഒരു നുള്ളുപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ ഇവിടെ നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലായാലും ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് അതിനകത്തേക്ക് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.25 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവിയിട്ട് ഇതൊന്ന് അടച്ച് 1 മണിക്കൂർ നമുക്ക് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതവിടെ ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ മാവൊക്കെ ഇവിടെ നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഒരു 5 മിനിറ്റൊക്കെ നന്നായിട്ടിത് കുഴച്ചെടുക്കുക. അപ്പോൾ അതാ നമ്മളിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മൈദപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മാവ് ജസ്റ്റ് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഒരേ അകലത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അറ്റം 2 സൈഡും ചെറുതായിട്ടായിരിക്കും കിട്ടുക. ബാക്കി എല്ലാവരും നമുക്ക് ഒരേ സൈസിൽ കട്ട് ചെയ്തെടുക്കാം ഒരു കത്തി വെച്ചിട്ട്. അപ്പോൾ അത് എത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാവരും ഉരുളകളാക്കി എടുക്കാം. അതിന് ശേഷം നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തില്ലേ, അതേപോലെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ പലകയിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ ബോൾ വെക്കുക. എന്നിട്ട് നന്നായിട്ട് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുക കേട്ടോ. ഒട്ടും തന്നെ കട്ടിയില്ലാതെ പരത്തിയെടുക്കുക. അപ്പോൾ അത് അവിടെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് വെക്കുമ്പോൾ ആ പാത്രത്തിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് വയ്ക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ ഇത് ആ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കും. കാരണം അത്രയും നൈസായിട്ടാണ് നമ്മളിത് പരത്തിയെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ അടുത്തത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ അടുത്തത് റെഡിയാക്കി പരത്തിയതിന് ശേഷം നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ആ വെച്ചിരിക്കുന്ന അതിൻ്റെ ഇതില്ലേ പരത്തി വെച്ചില്ല, അതിൻ്റെ മേലേക്ക് കുറച്ച് പൊടി ഇട്ടിട്ട് വേണം അടുത്തത് വെക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതെല്ലാനും ഇങ്ങനെ പൊടി ഇട്ടിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതാ ഞാനിവിടെ എല്ലാവരും പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചപ്പാത്തി പലകയിൽ നമ്മൾ ആ പരത്തി വെച്ചിരിക്കുന്ന ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. അത് ഒരു ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഇനി അടുത്തത് വയ്ക്കുക. വീണ്ടും ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് മുഴുവനും കഴിയുന്നത് വരെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും മുകൾ ഭാഗത്ത് മാത്രം നമ്മൾ ബട്ടർ തേക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ബട്ടറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നെയ്യായാലും ഉപയോഗിക്കാം. പക്ഷേ ബട്ടറായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അതാ ഇവിടെ എല്ലാവരും നമ്മൾ ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് പരത്തിയെടുക്കാം. നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ എല്ലാവരും ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്കിതൊരു 4 പോർഷനായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം ഓരോ പോർഷനെ ഒരു 2 എണ്ണമായിട്ടാണ് ഞാനിവിടെ ഡിവൈഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് 3 ഒക്കെ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതവിടെ എല്ലാവരും ഒന്ന് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പീസ് ഇതിൽ നിന്ന് എടുക്കുക. അതിന് ശേഷം ഇതിനകത്തേക്ക് ചോക്ലേറ്റ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ചെറിയൊരു പീസ് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് അല്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് വൈറ്റോ ഏതാണെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ തുമ്പ് വരുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇതിന് നമുക്ക് എണ്ണ തടവി വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാവരും നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക. ഒന്ന് അടച്ച് വെച്ചിരിക്കുക. ജസ്റ്റ് ഒന്ന് പഫ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അതവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇതിൻ്റെ മേലേക്ക് ഒന്നും കൂടി ഒന്ന് ബട്ടറൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ബേക്ക് ചെയ്തെടുക്കാം. സാധാരണ നമ്മളിത് ബേക്ക് ചെയ്തിട്ടാണ് നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുക. ഞാനിത് ബേക്ക് ചെയ്തല്ല എടുക്കുന്നത്.
നിങ്ങൾക്കിത് ബേക്ക് ചെയ്തെടുക്കാനാണെന്നുണ്ടെങ്കിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 180 ഡിഗ്രിയിൽ 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ. ഞാനിപ്പോൾ ഇത് ബേക്ക് ചെയ്തല്ല എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. മീഡിയം ലോ ഫ്ലെയിമിൽ വെക്കുക. അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ ക്രോയിസൻ്റ് ഇതിനകത്തേക്ക് ഇട്ടിട്ട് 2 സൈഡ് നല്ല ഗോൾഡൻ കളറായിട്ട് വരുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി കഴിയും. ബേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് താല്പര്യം അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ യമ്മി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള നമ്മുടെ ക്രോയിസൻ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഉൾവശമൊക്കെ കണ്ടില്ലേ, നല്ല ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്